1 മണിക്കൂറും ഞായറാഴ്ച ദിവസങ്ങളിൽ 3 മണിക്കൂറും മാത്രം ഉറങ്ങിയതായ ഏതാണ്ട് 6ഓളം വർഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ. രാവുമില്ലാതെ അധ്വാനിച്ചു, ഒരു പൈസ പോലും കളഞ്ഞിട്ടില്ല. എൻ്റെ അമ്മയ്ക്ക് ഒരു സാരിയും ബ്ലൗസും മേടിച്ചു കൊടുത്തു. അമ്മയ്ക്ക് 1 പവന്റെ ഒരു മാല മേടിച്ചു കൊടുത്തു, സ്വർണ്ണമാല. താലിയൊക്കെ ചരടില്ല കെട്ടിയിരുന്നത്. എൻ്റെ പിതാവിന് ഒരു HMT വാച്ചും ഒരു ഡബിൾ മുണ്ടും ഷർട്ടും മേടിച്ചു കൊടുത്തു. യാതൊരു പ്രശ്നവുമില്ല. കേരളത്തിലെ മനുഷ്യരെ പോലെ നല്ല മനുഷ്യരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് എൻ്റെ അഭിപ്രായം. മന്ത്ലി 250 റുപ്പീസ് സാലറി വാങ്ങിച്ചിരുന്ന ഒരാൾ സ്റ്റാർട്ട് ചെയ്ത കമ്പനിയാണിത്. ഇന്ന് ആൾ സാലറി ആയിട്ട് മാത്രം മന്ത്ലി കൊടുക്കുന്നത് 12 crore rupees ആണ്. വെൽക്കം ടു ഡെൻകെയർ ഡെന്റൽ ലാബ് പ്രൈവറ്റ് ലിമിറ്റഡ്, ഏഷ്യാസ് ബിഗ്ഗസ്റ്റ് ആൻഡ് വേൾഡ്സ് സെക്കൻഡ് ലാർജസ്റ്റ് ഡെന്റൽ ലാബ്. ഒരു ദിവസം ഈ കമ്പനിയിൽ മാനുഫാക്ചർ ചെയ്യുന്നത് 5000 പല്ലുകളാണ്. ഇതെങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്തത്? ഉള്ളത് പറഞ്ഞാൽ ഒരു രീതിയിലും ജീവിതത്തിൽ ഉയരുമെന്ന് ചിന്തിച്ച് ജീവിതം തുടങ്ങിയ മനുഷ്യനല്ല ഞാൻ. എൻ്റെ പിതാവിനോട് പറഞ്ഞു, എടാ പഠിപ്പിക്കാൻ വിടാൻ മാർക്കില്ല, നീ റബ്ബർ വെട്ട് പഠിച്ചോളാൻ പറഞ്ഞു. അന്ന് കോളേജിൽ പോകണമെങ്കിൽ ഒന്നുകിൽ ഫസ്റ്റ് ക്ലാസ് മാർക്ക് വേണം, നിർമ്മല കോളേജിൽ അഡ്മിഷൻ കിട്ടണമെങ്കിൽ. പ്രൈവറ്റ് കോളേജിൽ പഠിക്കണമെങ്കിൽ 15 രൂപയാണ് ഒരു മാസം. 15 രൂപ പോയിട്ട് 15 വയസ്സ് പോലും എടുക്കാനില്ല. എന്നോട് റബ്ബർ വെട്ട് പഠിച്ചോളാൻ പറഞ്ഞു. അങ്ങനെ ഞാൻ റബ്ബർ വെട്ടുകാരനായിട്ട് ജീവിതം ആരംഭിച്ചു. ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ പറയും, എൻ്റെ ദൈവമേ എനിക്കൊരു ജോലി കിട്ടിയിരുന്നെങ്കിൽ, ഉള്ളത്തിൽ നിന്ന് വേദനയോട് പറയും. അങ്ങനെയാണ് എനിക്കൊരു ജോലി കിട്ടിയത്. മൂവാറ്റുപുഴയിൽ ഡെന്റൽ ക്ലിനിക്കിൽ അറ്റൻഡറായിട്ട് ജോലിയിൽ പ്രവേശിച്ചു. എൻ്റെ ജോലി എന്ന് പറഞ്ഞാൽ തറ തുടയ്ക്കുക, ടോയ്ലറ്റ് വാഷ് ചെയ്യുക, ഡോക്ടർ ഊണ് കഴിച്ച പാത്രം ഉച്ചയ്ക്ക് കഴുകി വയ്ക്കുക, പിന്നെ ചായ മേടിച്ചുകൊണ്ട് കൊടുക്കുക. ഈ പേഷ്യൻസ് ദന്താശുപത്രിയല്ലേ, പേഷ്യൻ്റ് ഒക്കെ തുപ്പിയിട്ടിരിക്കുന്ന ചോര പുരണ്ട ആ കോട്ടണും വേസ്റ്റും എല്ലാം മറ്റേ മുനിസിപ്പാലിറ്റിയുടെ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുക. ഇതെല്ലാമായിരുന്നു എൻ്റെ ജോലി. ഒരുപക്ഷെ എൻ്റെ ഉത്സാഹം കണ്ടിട്ടായിരിക്കും എൻ്റെ പഴയ യജമാനൻ ഡോക്ടർ റെജി മാത്യു, എനിക്ക് ഒരിക്കലും മറക്കാനാവാത്ത വ്യക്തിയാണ്. അദ്ദേഹം എന്നെ ഈ വെപ്പ് പല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ചു. പല്ലിന് കേട് വന്നു കഴിഞ്ഞാൽ പറിച്ചു കളയുക, പകരം എടുത്തു കഴിയുന്ന പല്ല് വയ്ക്കുക. അതേ അന്ന് സംവിധാനമുള്ളൂ. ചുരുക്കം ചിലർ മാത്രം ഫിക്സ് ചെയ്ത് വെക്കുന്ന പല്ല് വയ്ക്കും. അതേ അന്ന് സംവിധാനമുള്ളൂ. പക്ഷെ അത് ചെയ്തുകൊണ്ട് വരുന്ന ആകെപ്പാടെ ഇന്ത്യയിൽ 2 സ്ഥാപനങ്ങളുള്ളൂ. സൗത്ത് ഇന്ത്യയിൽ ഒരു സ്ഥാപനമുണ്ട്. ആ സ്ഥാപനത്തിൽ ചെയ്തുകൊണ്ട് വന്നു കഴിഞ്ഞാൽ പേഷ്യന്റ് മൗത്തിൽ പകുതി പോലും ഫിറ്റ് ആവില്ല. അപ്പൊ ഡോക്ടേഴ്സ് പലപ്പോഴും ഒരുപടി നേരം ഇങ്ങനെ ഗ്രൈൻഡ് ചെയ്യും, മണിക്കൂറുകൾ. പിന്നെ ഡോക്ടർ ഇടയ്ക്ക് ചിലപ്പോൾ ഊണ് കഴിക്കുക പോലും ഇല്ല. പേഷ്യന്റ് ആണെങ്കിലും മണിക്കൂറുകൾ വായി തുറന്നിരിക്കണം. അപ്പൊ ഇതെല്ലാം കണ്ടപ്പോൾ എന്റെ മനസ്സിലൊരു ചെറിയ ആഗ്രഹം, ഇത് എന്തുകൊണ്ടാണ് ചിലതെല്ലാം ഫിറ്റ് ആകുന്നത്, ചിലത് ഫിറ്റ് ആകുന്നില്ല. അപ്പൊ ഇവർ ചെയ്യുന്നതിന്റെ കുഴപ്പമായിരിക്കാം. വല്ലപ്പോഴും ഒക്കെ അതിന്റെ പ്രത്യേക സംഭവം ഉണ്ടായി. ഞാൻ വലിയ ആളുകൾ MLA അല്ലെ അങ്ങനെയുള്ള വലിയ ആളുകൾ ആ ക്ലിനിക്കിൽ വരികയാണെങ്കിൽ ഞാൻ അവരോട് പ്രത്യേകം പോയി പറയും, ഞാനാണ് ഈ മോഡൽ കൊണ്ട് കൊടുക്കാൻ അവിടെ പോകുന്നത്. ഈ സൗത്ത് ഇന്ത്യയിലുള്ള ഡെന്റൽ ലാബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാഞ്ഞിരപ്പള്ളിയിലായിരുന്നു അന്ന്. അദ്ദേഹത്തിന്റെ മകൻ വെളിയിലൊക്കെ പോയി പഠിച്ചിട്ട് വന്നയാളാണ്. അവിടെ പോകുമ്പോൾ പറയും, ഇതൊന്ന് പ്രത്യേകം സൂക്ഷിച്ച് ചെയ്യണം കേട്ടോ. അവിടെ ചെയ്യുന്ന ടെക്നീഷ്യനോട് ഞാൻ നേരിട്ട് പറയും, അവർക്ക് ഒരു കംപ്ലൈന്റും ഉണ്ടാവില്ല. അപ്പൊ എന്റെ മനസ്സിലാക്കി ഇത് ശരിയായിട്ട് ചെയ്യാമല്ലോ. എന്റെ സാറേ, അന്ന് എനിക്ക് ആകെ ഒരു മാസം 250 രൂപ ശമ്പളം ഉള്ളൂ. അന്നൊരു ഡെന്റൽ ലാബ് ചെറുതായിട്ട് തുടങ്ങണമെങ്കിൽ പോലും 20 ലക്ഷം രൂപ വേണം. അന്ന് 20 ലക്ഷം രൂപ വേണം. 20 ലക്ഷം രൂപയായിട്ട് നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റും. ഒരു കൊല്ലം മുഴുവൻ ഞാൻ പണി എടുത്തു കഴിഞ്ഞാൽ 3000 രൂപ കിട്ടുള്ളൂ. പക്ഷെ ഞാൻ ഇപ്പോൾ ഒരു കാര്യം ഓർക്കുകയാണ്. APJ അബ്ദുൽ കലാം പിൽക്കാലത്ത് പറഞ്ഞു, സ്വപ്നം കാണുന്നവരാണെന്നാം. അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്: ഡ്രീം ഈസ് നോട്ട് ദാറ്റ് വിച്ച് യു സീ വൈൽ സ്ലീപ്പിംഗ്, ഇറ്റ് ഈസ് സംതിങ് ദാറ്റ് ഡസ് നോട്ട് ലെറ്റ് യു സ്ലീപ്. എന്റെ ഉറക്കം നഷ്ടപ്പെട്ടു, എനിക്ക് എങ്ങനെയെങ്കിലും ഡെന്റൽ ലാബ് തുറന്നു. ഇതിന്റെ ഇടയ്ക്ക് ഈ വെപ്പ് പല്ല് സെറ്റ് ചെയ്യാൻ പഠിപ്പിച്ച കാര്യം ഞാൻ പറഞ്ഞല്ലോ. ഞാൻ എന്റെ മാതൃസ്ഥാപനത്തിൽ കാലത്തെ 8 മുതൽ 5:30 വരെ ജോലി ചെയ്യും. പിന്നീട് ഞാൻ രാത്രി മുഴുവൻ അധ്വാനിക്കും. അങ്ങ് മൂലമറ്റം മുതൽ മൂവാറ്റുപുഴയുള്ള ക്ലിനിക്കുകളിലെല്ലാം രാത്രി മുഴുവൻ പണിയും. 1 മണിക്കൂറും ഞായറാഴ്ച ദിവസങ്ങളിൽ 3 മണിക്കൂറും മാത്രം ഉറങ്ങിയതായ ഏതാണ്ട് 6ഓളം വർഷമുണ്ട് എൻ്റെ ജീവിതത്തിൽ. ചുരുക്കി പറയാം, 88-ൽ ഏതാണ്ട് 4.25 ലക്ഷം രൂപ ഞാൻ സമ്പാദിച്ചതും, കൃത്യമായി പറഞ്ഞാൽ 25,000 രൂപ ഒരു ബ്ലേഡ് ബാങ്കിൽ നിന്ന് 36% പലിശയ്ക്ക് എടുത്തതും, പുറമെ 15 ലക്ഷം രൂപ സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ ഒരു മാത്യു സാറ് മാനേജർ, അദ്ദേഹം ലോൺ തന്നതും കൂടെ കൂട്ടി 20 ലക്ഷം രൂപ മുതൽ മുടക്കോടുകൂടി ഡെൻകെയർ 88-ൽ സ്റ്റാർട്ട് ചെയ്തു. തുടങ്ങുമ്പോൾ 6 ജോലിക്കാർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. 300 സ്ക്വയർ ഫീറ്റ് താഴെ മാത്രം സ്ഥലം. അങ്ങനെ ഒരു ചെറിയ സ്ഥലത്ത് സ്റ്റാർട്ട് ചെയ്തു. പിന്നെ അങ്ങ് അത്ഭുതകരമായി ദൈവം നടത്താൻ തുടങ്ങി. എന്തെല്ലാം യാത്രകൾ ചെയ്യാൻ ആരംഭിച്ചു. ഇതിനിടയ്ക്ക് ഒരു വാക്ക് പറഞ്ഞാൽ, നാം യാത്ര ചെയ്യുന്നില്ലെങ്കിൽ കുളത്തിൽ കിടക്കുന്ന തവളയെ പോലെയാണ്. യാത്ര ചെയ്യാൻ ആരംഭിച്ചപ്പോഴാണ് എന്റെ കണ്ണ് തുറക്കുകയായിരുന്നു. എന്റെ മനസ്സിലെ ഒരു ആഗ്രഹം, എനിക്ക് ഒരു 10,000 പേർക്ക് ജോലി കൊടുക്കാൻ കഴിയണമെന്ന്. ചിലപ്പോൾ 5 വർഷം കൊണ്ട് അത് സാധിച്ചോളണമെന്നില്ല. എന്റെ ജീവിതകാലത്ത് ഒരു 10,000 പേർക്ക് ജോലി കൊടുക്കാൻ ഇടയാകുക. ഒരുപക്ഷെ അതെന്താ അങ്ങനെ ചിന്തിക്കണേന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഞാനൊരു ജോലിക്ക് വേണ്ടി കരഞ്ഞ മനുഷ്യനാണ്. ആളുകൾ പൊതുവെ പറയും കേരളം വ്യവസായത്തിന് പറ്റിയ മണ്ണല്ലെന്ന്. എന്നാൽ എന്റെ വ്യക്തിപരമായ അനുഭവത്തിൽ നിന്ന് പറഞ്ഞാൽ കേരളം പോലെ വ്യവസായത്തിന് പറ്റിയൊരു മണ്ണില്ലെന്നാണ് ഞാൻ എന്നും പറയുകയുള്ളൂ. കാരണം കേരളത്തില് ആളുകൾ പറയും അവിടെ അങ്ങനെ സമരമുണ്ട്, അവിടെ ഇന്ന പ്രശ്നമുണ്ട്, യൂണിയൻ പ്രശ്നമുണ്ട്. ഞങ്ങളെ സംബന്ധിച്ച് യാതൊരു പ്രശ്നവുമില്ല. കേരളത്തിലെ മനുഷ്യരെ പോലെ നല്ല മനുഷ്യരെ ഞാൻ കണ്ടിട്ട് പോലും ഇല്ലെന്നാണ് എന്റെ അഭിപ്രായം. പ്രധാനമന്ത്രിക്ക് പല്ല് നിർമ്മിച്ചത് അത് ഞങ്ങൾ തന്നെ, മുൻ പ്രധാനമന്ത്രി. അതെ, പിന്നെ മൻമോഹൻ സിംഗ് സാറിന്. ബിർളയ്ക്കും ടാറ്റയ്ക്കും ഒക്കെ നമ്മൾ അവിടുന്ന് പല്ല് വെച്ച് കൊടുക്കണേ. അതെ, എല്ലാം. പിന്നെ എല്ലാവർക്കും ഇവിടുത്തെ മെയിൻ ആൾക്കാരെ ഒക്കെ വെച്ചേക്കണ നമ്മളാണ്. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, UK-യിലും USA-യിലും ഓസ്ട്രേലിയയിലും ന്യൂസിലൻഡിലും UAE-യിലും എല്ലാം ഞങ്ങൾക്ക് മാനുഫാക്ചറിങ് സെന്റേഴ്സ് ഉണ്ട്. ഇന്ത്യയിൽ തന്നെ വിവിധ സ്ഥലങ്ങളിൽ
ഡൽഹിയിലും മുംബൈയിലും ബാംഗ്ലൂരും ഹൈദരാബാദിലും കൊൽക്കത്തയിലും ഞങ്ങൾക്ക് മാനുഫാക്ചറിംഗ് യൂണിറ്റ് ഉണ്ട്. ഈ 9th ഞങ്ങൾ ചെന്നൈ യൂണിറ്റ് ഓപ്പൺ ചെയ്യുകയാണ്. ബിലോ 10 people ആയിട്ട് സ്റ്റാർട്ട് ചെയ്ത സ്ഥാപനത്തിൽ ഇന്ന് 4200 people വർക്ക് ചെയ്യുന്നുണ്ട്. ആൻഡ് അതിൽ 70% വുമൺ ആണ്. 3 crore വർത്തായിട്ടുള്ള ഒരു മെഷീനാണ് ഈ കാണുന്നത്. ആൻഡ് ഇതിലാണ് ടൂത്ത് ബിൽഡ് ചെയ്യുന്നത്. അതെ ഫസ്റ്റ് മെഷീനിൽ നിന്ന് ഇങ്ങനെ ഒരു ഇത് കിട്ടും. ആൻഡ് അത് പോളിഷ് ചെയ്തിട്ടാണ് ഇത് വരിക. അതെ ആൻഡ് ഇതുമ്മ വർക്ക് ചെയ്തിട്ടാണ് കറക്റ്റ് നമ്മളുടെ പല്ല് റിയലിസ്റ്റിക്. നമ്മുടെ ബ്രാൻഡാണ് ഡെൻകെയർ സിർക്കോണിയ. നമുക്കത് 6 വേരിയൻസിലാണ് ഉള്ളത്. നമുക്കത് സ്റ്റാർട്ടിംഗ് ഫ്രോം സോളിഡ് പ്ലസ്, റക്സ് കെയർ, അൾട്രാ പ്ലസ്, ക്ലാസിക്, പ്രീമിയം ആൻഡ് പ്ലാറ്റിനം പ്ലസ്. ഇതാണ് നമ്മുടെ 6 വേരിയൻസ് ഉള്ളത്. നമ്മളുടെ പല്ലിനേക്കാളും 10 മടങ്ങ് സ്ട്രെങ്ത് ഉള്ള ടൂത്താണ് ഇത്. ഇറ്റ് ഈസ് മെഡിക്കലി ഗ്രേഡ്. ഇറ്റ് ഈസ് ആബ്സല്യൂട്ട്ലി സേഫ്. അതായത് ഉള്ളിലേക്ക് പോയാലും യാതൊരു ബുദ്ധിമുട്ടും ഉണ്ടാവില്ല. നമുക്ക് തന്നെ നമ്മുടെ ഒരു ഇൻഹൗസ് ട്രെയിനിങ് സെന്റർ ഉണ്ട്. അതാണ് ഈ കാണുന്നത്. അപ്പം നമ്മൾ നമ്മുടെ തന്നെ ന്യൂലി ജോയിൻഡ് എംപ്ലോയീസിനെ നമ്മൾ മോൾഡിങ് ചെയ്യാൻ വേണ്ടി, നമുക്ക് വേണ്ടിയ രീതിയിൽ ഡിസൈനേഴ്സിനെ ഡിസൈൻ ചെയ്ത് മോൾഡ് ചെയ്യാൻ വേണ്ടി നമ്മളിവിടെ ഇൻഹൗസ് ട്രെയിനിങ് കൊടുക്കും. ആൻഡ് ദെൻ ദേ ഗോ ഓൺ ദ ഫ്ലോർ. ആദ്യത്തെ സ്റ്റെപ്പാണ്. ആദ്യത്തെ സ്റ്റാഫാണ്. ഒരു 36 വർഷം ഒന്നുമില്ലാതെ ഒന്നായിട്ടായിരുന്നു തുടക്കം. ഞാൻ വരുമ്പോൾ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നമ്മൾ 44,500 പേരായില്ലേ. 4 പേരായിട്ട് തുടങ്ങിയ സ്ഥാപനമാണ്. ഇന്ന് 4500 പേരുണ്ട്. എനിക്ക് പല്ലുണ്ടാക്കുക എന്ന് പറയുന്നതാണ് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം. ഇതെൻ്റെ ഒരു പാഷനാണ്. ഫ്രീ ആയിട്ടിരിക്കുകയാണെങ്കിൽ എനിക്ക് ഒരിക്കലും ഇരിക്കാൻ സാധ്യമല്ല. ഇവിടെ വന്ന് അതൊക്കെ നോക്കുക, അതെല്ലാം ചെയ്യുക, അതിൻ്റെ ക്വാളിറ്റി എല്ലാം ചെയ്യുക, ചെക്ക് ചെയ്യുക, റാൻഡം ചെക്കപ്പ് ചെയ്യുക. ഒരാൾക്ക് ഒരു പല്ലൊന്ന് ഭംഗിയായിട്ട് ഒന്ന് ചെയ്തു കൊടുക്കാൻ, എൻ്റെയും കൂടെ കരസ്പർശത്തോടുകൂടി ചെയ്തു കൊടുക്കാൻ ഇടയായാൽ അത്രയും നന്നായി എന്ന് ചിന്തിക്കുന്ന മനുഷ്യനാണ് ഞാൻ. ഒരു 5 yearsനുള്ളിൽ ഏഷ്യാസ് നമ്പർ 1 എന്നുള്ള ടാഗ് വരെ ചിലപ്പോൾ ചേഞ്ച് ചെയ്യും. എന്നിട്ട് വേൾഡ്സ് നമ്പർ 1 എന്നാക്കും. അപ്പൊ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.